നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചുകൊണ്ട് BJP കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്നു. പിന്നെ വാർത്തകളിൽ വിവാദങ്ങളുടെ കാലഘട്ടമായിരുന്നു. ബസിന്റെ വിഷയത്തിൽ മേയറും ഗണേഷും തമ്മിൽ നീണ്ട വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇന്ന് ആ ശ്രീലേഖ VK പ്രശാന്തുമായുള്ള പ്രശ്നങ്ങൾ ഒടുവിൽ അവസാനിക്കുകയാണ്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ MLA ഓഫീസിനെ ചൊല്ലിയുള്ള നാടകീയമായ രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിൽ VK പ്രശാന്ത് MLA ഓഫീസ് മാറുന്നു. വാർഡ് കൗൺസിൽ R ശ്രീലേഖയുമായുള്ള പോര് മുറുകിയ പശ്ചാത്തലത്തിൽ ഓഫീസ് മരുതൻകുഴിയിലേക്ക് മാറ്റാൻ MLA തീരുമാനിച്ചു. ഒടുവിൽ കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കില്ലെന്ന് പറഞ്ഞ പ്രശാന്ത് ഒടുവിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം ചർച്ചയാക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ചർച്ചയാകാൻ പാകത്തിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻ നിലപാട് കൂടിയാണിത്. ശാസ്തമംഗലം ജംഗ്ഷനിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന MLA ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇത് രാഷ്ട്രീയ അഹങ്കാരമാണ് എന്ന നിലപാടിലായിരുന്നു പ്രശാന്ത്. എന്നാൽ ഓഫീസ് മാറ്റം ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടല്ലെന്നും സൗഹൃദപരമായ അഭ്യർത്ഥന മാത്രമാണെന്നും ശ്രീലേഖ വിശദീകരിച്ചു. തർക്കം മുറുകുന്നതിനിടയിൽ MLA ഓഫീസിലെ ബോർഡിന് മുകളിൽ കൗൺസിലർ സ്വന്തം പേരെഴുതിയ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ശ്രീലേഖ MLAക്ക് മുകളിൽ താനാണെന്ന സന്ദേശം നൽകാനാണ് ശ്രീലേഖ ശ്രമിച്ചതെന്ന ആക്ഷേപവും വ്യാപകമായി ഉയർന്നു. ഇതിന് പിന്നാലെ ഓഫീസ് വാടക സംബന്ധിച്ച വിവരാവകാശ രേഖകളും പുറത്തുവന്നു. ഇത് സർക്കാരിനും തിരിച്ചടിയായി. കോൺഗ്രസ് പ്രശാന്തിനെതിരായ നിലപാടെടുത്തു. വിവാദങ്ങൾക്കില്ല, വികസനത്തിനാണ് ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന നിലപാടിലേക്ക് VK പ്രശാന്ത് മാറി. നൂറുകണക്കിന് ആളുകൾ എത്തുന്ന MLA ഓഫീസിന് കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലം മരുതൻകുഴിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു പ്രശാന്തിന്റെ നിലപാട്. തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചു എന്നും പ്രശാന്ത് ആരോപിക്കുന്നു. തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ മേയർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്തും സ്വന്തം പാർട്ടിയിലെ തന്നെ കൗൺസിലറും തമ്മിലുണ്ടായിരുന്ന ഈ ഓഫീസ് യുദ്ധം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. BJP ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട് എന്നും പ്രശാന്തും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ മാറ്റുന്നതും ചർച്ചകളിൽ ഇടം നേടി. ഇതിനിടെയാണ് ഓഫീസ് ഒഴിയാൻ പ്രശാന്തിന് CPM നേതൃത്വം തന്നെ നിർദ്ദേശം നൽകിയത്. എന്തായാലും VK പ്രശാന്തും R ശ്രീലേഖയും തമ്മിലുള്ള ഓഫീസ് തർക്കം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ ഒരു ട്രെയിലർ ആയിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കൊണ്ടാടുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. വാടക ഇനത്തിൽ 872 രൂപ മാത്രം നൽകുന്നതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പ്രശാന്തിന്റെ ക്ലീൻ ഇമേജിന് മങ്ങലേൽപ്പിക്കാൻ BJP ആയുധമാക്കി. എന്നാൽ വട്ടിയൂർക്കാവിൽ MLA ആയിരുന്ന പ്രശാന്തിനെതിരെ അതേ ശൈലിയിലുള്ള ഒരു പ്രമുഖ വ്യക്തിത്വത്തെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് BJP സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ ആലോചന. തുടക്കത്തിൽ കടുത്ത നിലപാടെടുത്ത VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ CPM തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വാടക വിവാദവും പെണ്ണൊരുമയും വട്ടിയൂർക്കാവിൽ വിപരീത ഫലം ചെയ്യുമെന്ന് പാർട്ടി ഭയപ്പെടുന്നുണ്ട്. പ്രശാന്ത് സ്വന്തം നാടായ കഴക്കൂട്ടത്തേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ ശക്തമാണ്. നിലവിലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല വിവാദങ്ങൾ പ്രതിക്കൂട്ടിലാകാൻ സാധ്യതയുള്ളതിനാൽ അവിടെ വിജയം ഉറപ്പിക്കാൻ മേയർ ബ്രോ എന്ന പ്രതിച്ഛായുള്ള പ്രശാന്തിനെ കൊണ്ടുവന്നേക്കാം എന്നാണ് റിപ്പോർട്ട്. എന്തായാലും വിവാദങ്ങൾ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പ്രശാന്തിന്റെ ഈ കീഴടക്കം എന്നാണ് റിപ്പോർട്ട്.